നോക്കുമ്പോൾ ആരോ അവിടെ നിന്ന് ഓടിപ്പോണ മാതിരി എനിക്ക് തോന്നി. രാത്രി ഒരു 2 മണിയൊക്കെ ആയി. അവിടെ ആൾക്കാർ കയറാൻ ശ്രമിച്ചതിന്റെ കാൽപ്പാടൊക്കെ കണ്ടിരുന്നു. പുറകെ ഇവർ ഓടിയപ്പോഴത്തേനും ഒരു 4 പേരും കൂടെ അപ്പുറം നിന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞു. പിടിക്കാൻ പറ്റില്ല. അതിന്റെ അപ്പുറം കുറെ കാട് പിടിച്ചിറക്കുന്ന സ്ഥലമാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം സാറേ. ഷാർക്ക് ലൈവ് എന്നാ വിളിക്കുന്നതേ. പറഞ്ഞോ. സാറേ, കഴിഞ്ഞ ദിവസം സാറിന്റെ ഒരു ലൈവ് കണ്ടിരുന്നു. സാറിന്റെ വീടിനടുത്ത് സംശയാസ്പദമായ രീതിയിൽ 1-2 പേരെ കണ്ടു എന്ന് പോലീസുകാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ സാറിന് അറിഞ്ഞിട്ടുണ്ടോ? ശരിയാണ്. ഞാൻ ഈ ലൈവ് ഇന്നലെ ഇട്ടായിരുന്നേ. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഇറങ്ങുന്ന ഫ്രണ്ട് വഴിയാണ്. അത് ലോക്ക്ഡാണ്. ബാക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കണം. അവിടെ നിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് ഞാൻ എണിച്ചു നോക്കുമ്പോൾ ആരോ അവിടെ നിന്ന് ഓടിപ്പോണ മാതിരി എനിക്ക് തോന്നി. രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോൾ, അതായത് വെള്ളിയാഴ്ച വെളുപ്പിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ രാവിലെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആൾക്കാർ കയറാൻ ശ്രമിച്ചതിന്റെ കാൽപ്പാടൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ ഞങ്ങളുടെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഊന്നൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഊന്നൽ സ്റ്റേഷനിൽ നിന്ന് അവർ വിളിച്ചെന്നെ മാനേജരോട് ചോദിച്ചു, ഇന്നലെ അവിടെ എന്തെങ്കിലും സൗണ്ട് കേട്ടായിരുന്നു എന്ന് ചോദിച്ചു. അതായത് ശനിയാഴ്ച രാത്രി. അപ്പോൾ അവർ നിലവിൽ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അവർ രാത്രി പട്രോളിംഗ് ഉണ്ട് അതിൽ. അപ്പോൾ രാത്രി അവർ പട്രോളിങ്ങിന് വരുമ്പോൾ ഇതിന്റെ ഞങ്ങളുടെ എൻട്രൻസിൽ ആബേലത്തിന്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഒരു 30-40 മീറ്റർ മാറിയിട്ട് ആരോ നിൽക്കണ മാതിരി അവർക്ക് തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇറങ്ങിയപ്പോഴത്തേനും അയാൾ ഓടിപ്പോയി. അപ്പോൾ അയാളുടെ പുറകെ ഇവർ ഓടിയപ്പോഴത്തേനും ഒരു 4 പേരും കൂടെ അപ്പുറം നിന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞു. പിടിക്കാൻ പറ്റില്ല. അതിന്റെ അപ്പുറം കുറെ കാട് പിടിച്ചിറക്കുന്ന സ്ഥലമാണ്. ഒരു 3 മണിയൊക്കെ ആയി കാണുമെന്ന് പറഞ്ഞു വെളുപ്പിന്. അപ്പോൾ അവരതങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇന്നും ഇപ്പോൾ രാവിലെ ഒരു ഊന്നലിലെ പോലീസ് ഓഫീസിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ എൻ്റെ മാനേജർ ഉണ്ട് രേഖ, അവരെൻ്റെ പേഴ്സണൽ സ്റ്റാഫ്. അവർ പറഞ്ഞു പിള്ളേർ ചിലപ്പോൾ ഇതിലൊക്കെ പോകാറുണ്ട്. കോളേജ് അവിടെ അടുത്തുള്ള പിള്ളേരാണോ ആ സമയത്ത്. അപ്പോൾ പിള്ളേർക്കൊക്കെ കയറാനുള്ള സമയങ്ങൾ 10 മണിക്ക് ഉണ്ട്. പക്ഷെ ഇത് പിള്ളേർ ടൈപ്പുള്ള ആൾക്കാരല്ല, വലിയ സൈസ് ആൾക്കാരാണെന്നാണ് അവർ പറഞ്ഞത്. പഠിക്കുന്ന കുട്ടികളെല്ലാം വലിയ ആളുകളാണെന്ന്. വലിയ ആളുകളാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് 3 മണിക്കൊന്നും ഒരു സ്ഥലത്തൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. എല്ലായിടത്തും ഇപ്പൊ PG-യിലും ഒക്കെ ആണെങ്കിലും ഹോസ്റ്റലിലും നിർബന്ധമാണ്. PG-യിലാണെങ്കിലും അത് സമയമൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കയറാനൊക്കെ ആയിട്ട്. ആ സമയത്ത് അവർ പറഞ്ഞ സ്റ്റുഡൻസ് അല്ലാന്ന് പറഞ്ഞ വലിയ ടൈപ്പ് ആൾക്കാരാന്ന് പറഞ്ഞ ഓടിപ്പോയിന്ന് പറഞ്ഞ. അവര് കുറച്ചുകൂടി പോലീസ് നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് പറയാനായിട്ട്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവര് നമ്മുടെ ഈ കേസ് രണ്ടാമത് ഇങ്ങനെ ഒന്നുകൂടി ഇതായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ 30 ദിവസത്തിനുള്ളിൽ തന്നെ ചെതയിലേക്ക് വെക്കുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായി അത്. അപ്പോൾ ആ 30 ദിവസത്തിനുള്ളിൽ തന്നെ 12 ദിവസം 13 ദിവസത്തിന്റെ അടുത്ത് കഴിഞ്ഞു എന്ന് എനിക്ക് ജനുവരി 5-6 അവർ പറഞ്ഞേക്കുന്ന സമയം കഴിയുന്നത്. ഇനി അതാണോ പുറകെ ശക്തമായി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് സാറിന് ഒരു വധഭീഷണി ഉണ്ടെന്ന് സാറ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞിരുന്നു. അതിന് നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസ് സംരക്ഷണം തന്നിട്ടുണ്ട്. എന്റെ സ്റ്റേഷൻകാർ അത് നല്ല കറക്റ്റായിട്ട് തന്നെ ചെയ്യണമുണ്ട്. നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ വരും. അതിൽ കൂടെ യാത്ര ചെയ്ത് കൂടെ ആൾ വേണമെന്ന് പറഞ്ഞൊക്കെ ചെയ്ത് തന്നെ ഉണ്ട്. അവരൊന്നും ഒരു വീഴ്ചയും പറയാനില്ല. പിന്നെ ഒരാളെ ഭീഷണി ഉണ്ടെന്ന് തന്നെയാണ് ഈ ഒരു സംഭവം തെളിയിക്കുന്നത് അല്ലേ? 100%. പിന്നെ അത് നേരത്തെ തൊട്ടുണ്ട്. പക്ഷെ ഇപ്പൊ രണ്ടാമത്തെ ഇതിപ്പോ ഏകദേശം എന്തെങ്കിലും ഈ കേസിന് ഒരു 10-45 ദിവസം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. അത്രയും ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പിന്നെ 27-ാം തീയതി അതിന്റെ കേസിന്റെ ഇത് കോടതിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. ഈ തവണ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. എന്തായാലും കേരളത്തിലെ അല്ലെങ്കിൽ ബാലുവിനെ അറിയാവുന്നവരിൽ 99.3% ആൾക്കാർ അതൊരു അസ്വാഭാവിക മരണം എന്ന് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇവരൊക്കെ ചാനലിൽ വന്ന് എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ ജനങ്ങളൊക്കെ മാറ്റി ചിന്തിച്ചു എന്നൊക്കെ ധരിക്കേണ്ടി. അതൊക്കെ വെറുതെയാണ്. അതൊക്കെ ഒരു പ്രഹസനമായിരുന്നു ആ ഇന്റർവ്യൂ എന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ കമന്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാലും അറിയാവുന്ന കാര്യമാണ്. അതെ സാർ. അപ്പൊ സാർ ഈ വെള്ളിയാഴ്ച രാത്രി കണ്ടു എന്ന് പറഞ്ഞല്ലോ ഒരാളെ. ആളെ കണ്ടില്ല. സൗണ്ട് കേട്ടപ്പോ നമ്മള് റൂം തുറന്ന് പുറത്തിറങ്ങിയിട്ട് പാസേജിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ആരും ഓടിപ്പോണ മാതിരി തോന്നി എനിക്ക്. അപ്പൊ പക്ഷെ എനിക്ക് അതൊരു സംശയം കണക്ക് തോന്നിട്ട് രാവിലെ എനിക്ക് നോക്കുമ്പോ ഞാൻ കണ്ട സ്ഥലത്ത് ആൾക്കാര് കയറാൻ ശ്രമിച്ചതിന്റെ കാൽപ്പാടുകളൊക്കെ ഉണ്ട്. അതിൽ ഇത്തിരി പൊങ്ങിയുള്ളതുകൊണ്ട് വെക്കുന്ന ഈസി ആയിട്ട് കോമ്പൗണ്ടിലേക്ക് കയറാൻ പറ്റില്ല നമ്മുടെ അവിടെ. അപ്പൊ അതില് എന്തോ സ്കിഡ് ചെയ്ത് പോയ മാതിരിയുള്ള പായലൊക്കെ തന്നെ കിടക്കുന്ന മാതിരി കാണുന്നുണ്ട്. സാറ് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുമെന്നൊരു ധാരണയിലെ പുറത്തായിരിക്കുമോ ഇത്രയും ആ ഫയലൊക്കെ ഞാൻ നേരത്തെ തന്നെ അന്ന് വാർത്തയെ കാണിച്ചതിന് ശേഷം അപ്പൊ തന്നെ ലോക്കറിൽ കൊണ്ടുവന്ന് വെച്ചു. അത് ഞാൻ ഇന്നലെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഫയൽ എടുക്കാനാണെങ്കിൽ ആരും കൂടി കയറാൻ വരണ്ടായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലോക്കറിൽ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഇത്തരം ശ്രമങ്ങളൊക്കെ സാറിന്റെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ
സാധ്യതയുണ്ടോ? എന്നെ പിന്തിരിപ്പിക്കാനായിട്ടല്ലേ? 6 വർഷം ഞാൻ മാറിയില്ല ഇതിന്ന്. ഇനി അങ്ങനത്തെ ഇതൊക്കെ എന്തെന്ന് പറഞ്ഞ അവർക്ക് സാമാന്യ അല്ലെങ്കിൽ അവർ ഒറ്റയടിക്ക് തന്നെ തീർക്കണം, അല്ലാണ്ട് ഒളിച്ചു ചാടിപ്പോ ഒന്ന് പേടിച്ചേക്കണം. നമ്മൾ പബ്ലിക്കിൽ ഒത്തിരി യാത്ര ചെയ്യണേല, അവര് പോണ വഴിക്ക് തീർക്കട്ടെ തന്നെ. അങ്ങനെ ചങ്കുറ്റുള്ളവരാണ് അവർ. എന്തിനാ രാത്രിയുടെ മറവിൽ മാത്രം എന്നെ നോക്കി വരണേന്ന്? എത്ര പകല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരാൾ സാക്ഷി ഉണ്ടാവും കാണാനായിട്ട്. രാത്രിയുടെ മറവിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആക്രമിച്ച് കയറി എന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണമെങ്കിൽ തീരുത്താണ് അതൊക്കെ. നമ്മൾ ചങ്കൂറ്റായിട്ട് നേരെ നടക്കുന്ന ആളാ, ഒളിച്ചിരിക്കുന്ന ആളല്ല. എല്ലാത്തിനും ചങ്കൂറ്റായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആള് തന്നെയാണ് ഞാൻ. അപ്പൊ പിന്നെ ഇവരെന്തിനാണ് സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാത്രി വരുന്ന ഭീരുക്കളെ സാറിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ അവരുടെ ഇതിൽ ചെന്ന് പെട്ടെന്ന് തീർക്കാനൊന്നും അവർ വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ഇതെന്ന് തെളിയും നിങ്ങൾ. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടാവോ ഇല്ലെന്നൊന്നും എനിക്ക് ഉറപ്പില്ല ഇപ്പോഴത്തെ കണ്ടീഷൻ പറയാൻ. എന്നായാലും ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഈ ബാലഭാസ്കറിന്റെ കേസ് അവസാനിക്കാൻ പോകുന്നുള്ളൂ. ശരി സാർ, വളരെ ഉപകാരം ഈ ഒരു സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന്.